കൂട്ടുകാരെ നമ്മളിന്ന് നല്ലൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ചവ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ മക്കളെ. എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു 3/4 ലിറ്റർ പാലും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് രണ്ടും ക്യാരറ്റും അതുപോലെ തന്നെ ചവ്വരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചവ്വരി വേവിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡി കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്താൽ നമ്മുടെ പായസത്തിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. ചൂടാറിയുമ്പോൾ ഏകദേശം കുറച്ച് ചൂടാറിയപ്പം നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് 1 ഗ്ലാസ് 2 ഗ്ലാസ് ഒന്നും കുടിച്ചാൽ മതിയാവില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇനി വൈകുന്നേര സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ.